ഈ സൈഡ് സീറ്റ് എന്റെയാണ്. ഹലോ മാഡം. ദേവു, ജോ ഉണ്ടോ അടുത്ത്? ആ ഉണ്ട്. എല്ലാ കണ്ടെയ്നറിലെങ്ങാനും കയറ്റി വിടേണ്ടതിന് തള്ളാൻ മാത്രമേ പറഞ്ഞോളൂ. ഹലോ ജോ, ഐ മീൻ ട്രബിൾ. എന്തോ ഇവിടെ റൂം സർവീസിന് വന്ന ഒരു ടിബറ്റൻ പയ്യൻ എന്റെ ലാപ്ടോപ്പിലെ 5 ടിബറ്റൻസിന്റെ ഫോട്ടോ കണ്ട് കുറച്ച് ലാമമാരെയും വിളിച്ച് റൂമിലെത്തി. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ലാംഗ്വേജ്. ഞങ്ങളെ 3 പേരെയും റൂമിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുക. പ്ലീസ് കം ഫാസ്റ്റ് ജോ, പ്ലീസ്. ഒന്നുമില്ല മീര, അവരോട് എന്തെങ്കിലും പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങള് അതിനേക്കാൾ അത്യാവശ്യമുള്ള ഒരു കാര്യമായിട്ട് നിൽക്കുക. പ്ലീസ്, ഞങ്ങൾ എത്തിക്കോളാം. എന്താടാ ആ മീര മാമനെ കുറെ ടിബറ്റൻകാരിയായിരുന്നു റൂം പോട്ടിട്ടിരിക്കുക. അവരോട് കിടക്കട്ടെ, നിങ്ങൾ കയറും. ഈ ഫോൺ ഓഫ് ആക്കി വെച്ചാൽ. ഈ ഫോൺ ഓഫ് ആക്കാനും പോണില്ല, ഈ വണ്ടി ഇവിടുന്ന് നീങ്ങാനും പോണില്ല. എന്നുവെച്ചാ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് വിചാരിച്ച് ആ പെയിന്റിങ്ങിന്റെ പിന്നാലെ പായാനൊന്നും എന്നെ കിട്ടൂല. ഈ എന്തോന്നു ദേവു 30 കോടിയാണോ ആ മീര മാമനാണോ വലുത്? രണ്ടും. അവരെ പോലെ ഇവിടുത്തെ സർക്കാരിൽ പിടിപാടുള്ള ഒരാളെ വെറുപ്പിച്ചിട്ട് ആ 30 കോടി ചൈനീസ് സർക്കാരിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജോ, അവരെ വിളിക്ക്. നമ്മൾ വരുന്നു പറ. വിളിക്കേ. സമ്മതിക്കില്ല. ഇത് കാറാന്നാരും പറയില്ല. വല്ല കഴുകനെന്നോ പരുന്തെന്നേ വിചാരിക്കും. പെങ്ങളെ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചവിട്ടൂ. ഞാൻ ചവിട്ടുന്നുണ്ട്, നിൽക്കണ്ടേ? അതെ, നിങ്ങളെ കഞ്ചാവ് എങ്ങനെ തുറക്കും? ഞങ്ങൾ കഞ്ചാവ് മൊയ്തിനെ വരും. നീ വന്നേ, നമുക്ക് മീര നോക്കാം. മീര, മീര മാഡം. മീര ഇതെവിടെ പോയി? ഇത് ഒളിച്ചിരുന്ന് പഠിപ്പിക്കണം. മാഡം, इस बार बहुत बर्फ पड़ने वाली है। तो मैं दूंगा तुझे साले। धोखा दिया साले, तुम्हें मालूम नहीं है कौन? जान से मारूंगा। धोखा दिया। जो क्या कम है क्या हुआ? जानते हो उसको? जानता हूँ वो बहुत खतरनाक आदमी है। कल अगर मैं मारा गया तो उसकी वजह वो होगा। क्यों मारेगा आपको? अभी नहीं बता सकता, बताऊंगा ठीक समय आने पर। ജോ ജോസഫ്. Tell me, where's the painting? बताओ, वो पेंटिंग कहाँ है?
ഇവിടെ അയാളുടെ ഇരിക്കുന്ന കമ്പിളി ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നല്ലേ പറയുന്നത്? കമ്പിളിയല്ല, പെയിന്റിങ്. ഏത് സാധനം ആയാലും ഈ ചൈനയിൽ നിന്നായതുകൊണ്ടാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. അതെന്ത്? ഇവിടെ ഏതെടുത്താലും 69 രൂപയല്ലേ ചൈന സാധനങ്ങൾക്ക്? അത് വീട്ടിലെ സാധനങ്ങൾക്ക്. ഇത് 300 കോടി രൂപ വിലമതിക്കുന്ന പഴയൊരു പെയിന്റിംഗ് ആണ്. പഴയതിനൊക്കെ നല്ല വില കിട്ടുമെങ്കിൽ വീട്ടിലൊരു ഉമ്മുമ്മ ഉണ്ടായിരുന്നു, അതിനെ കൊടുക്കായിരുന്നു. അതിനെ കൊടുത്ത കപ്പലണ്ടി അല്ലേ കിട്ടൂ? അതെങ്കിലും തിന്നാലോ. ഇത് അവരല്ലേ? നീ വന്ന. അതെ, നിങ്ങളെങ്ങനെ ഇവിടെ? എന്തുപറ്റി? നിങ്ങളെയൊക്കെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണല്ലോ മീരാമാമൻ വിളിച്ചു പറഞ്ഞത്. റൂമിൽ പൂട്ടിയിട്ടിരിക്കേ? ആര്? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് മീര മാഡം കണ്ടതാണല്ലോ. എടാ, ഇതിലെന്തോ കുഴപ്പമുണ്ട് കേട്ടോ. നിങ്ങൾ ഇതെല്ലാം എടുത്തേ വന്നേ. എന്താ കാര്യം? പറയാം, വാ. मैं तुम्हें मारना नहीं चाहता. वो पेंटिंग मेरे हवाले कर दो और मैं यहाँ से चला जाऊंगा. वरना എന്റെ സാറേ, എനിക്ക് തരാനുള്ള ചില്ലറയും ആണെങ്കിൽ ഞാനങ്ങ് പോയേക്കായിരുന്നു. അവനൊരു തോക്കും ഇയാൾ എവിടെ പോകാനാവുക? നമ്മളെ കാണിച്ചു കൊടുക്കുമ്പോ ഈ ധൃതിയൊന്നും കണ്ടില്ലല്ലോ. നമുക്ക് ഒരുമിച്ച് പോകാം. നേരത്തെ ഇവിടെ വൃത്തികെട്ടാൻ കഷണ്ടി വിടില്ല. मिस्टर विलियम्स, मैं एक सीधा साधा आदमी हूँ. मैं तो सिर्फ इतना चाहता था कि ये पेंटिंग चाइनीज सरकार को देकर 10% कमीशन ले लूँ. अभी आप जैसे बड़े इंटरनेशनल स्मगलर ये खेल में शामिल हुआ है, ये सब देखकर मेरा लालच बढ़ रहा है. okay. So what's the deal you're looking at? The deal is, instead of the Chinese government, I hand over the painting to you. You can sell it at your own terms in the international market. Say at 300 crores. And then we get 20% of it. I think it's a fair deal. I'm okay with the deal. First I want to see the painting to believe you. Then we go 80-20. Yeah, the painting is with my people at a safe distance. We'll go there. But the problem is, the police is after us. They have got scent of the whole affair. I think we have to move fast. Okay. Okay. Let's go. Come fast. ഉസ്മാൻ, देखो. എന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. അവിടെ ഇവിടെയും കയറി പിടിച്ചില്ല. പോലീസ് പോലീസ് എത്തി. സന്തോഷമായി. Peter. മീര ശരിക്കും ഞെട്ടി. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഞെട്ടിക്കാൻ, പ്രത്യേകിച്ച് സുന്ദരികളായ പെൺകുട്ടികളെ. ദാറ്റ്സ് മൈ സ്റ്റൈൽ ഓഫ് റൊമാൻസ്. കൊടുങ്കാറ്റിനെ പോലെ, തിരമാലകളെ പോലെ പ്രണയിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തോ മീരെ കണ്ടപ്പോ എന്റെ അടിവയറ്റിൽ നിന്നൊരു ആന്തൽ, ഒരു പ്രകമ്പനം. വാതിലടച്ചോ? മീര ഇത്ര ഫാസ്റ്റാണെന്ന് ഞാൻ കരുതിയില്ല. ഓ, ഫസ്റ്റ് ഡേ തന്നെ. നൈസ് ബെഡ്, ഭാഗ്യം ചെയ്ത ബെഡേ. ആ മീര, ആരാത്? ആരാ ഇയാള്? ആരാടാ നീ? ചോദിച്ചു കേട്ടില്ലേ ആരാണെന്ന്? ആഹാ, നിന്നെ ഇന്ന് ഞാൻ മീര, ഇയാളാരാ? എന്തടേ ചെവി കേൾക്കൂലേ? ഒട്ടനാ? അയ്യോ പാവം. खुशी, खुशी, വന്നുവല്ലേ നീ?
ഇപ്പൊ പോയി നീ എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കൂ. ഇനിയും മുഴുവനായിട്ട് ഒരു ദിവസം ബാക്കിയുണ്ട്. ഒരു തവണ എന്നെ ഒന്ന് തൊട്ടു നോക്കിക്കേ. ഇപ്പൊ ഞാൻ നിന്നെ ഒന്ന് കൺകുളിർക്കെ ഒന്ന് കണ്ടോട്ടെ. ഈ കാര്യങ്ങളെല്ലാം വിട്ടേക്ക്. എനിക്ക് കൺകുളിർക്കെ നിന്നെ മുഴുവനായിട്ടൊന്ന് കാണണം. ഇത്രയും ദിവസമായിട്ട് നിനക്ക് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയതേയില്ല. പക്ഷേ ഞാൻ ഈ വിശ്വാസത്തിലാ കാത്തിരുന്നത്. നീ എന്തായി ചെയ്യുന്നേ? നിന്റെ അടുത്തെത്താൻ വേണ്ടി ഞാൻ ആ വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചത്. പറഞ്ഞേ, ഇതിനൊരു അവസാനമേ ഇല്ല. നിനക്കറിയോ, നിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു? കരൺ, കരൺ, ഖുഷി, നീ ഇത്രയും ദൂരത്തിൽ ഇരുന്നിട്ട് അവളെ കാണാൻ വേണ്ടി മാത്രമാണോ വന്നത്? അപ്പൊ എന്റെ അവസ്ഥ എന്താ? കരൺ, 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 എന്നെ നോക്ക്.